പലരും വാട്സപ്പിനകത്ത് ശ്രദ്ധിക്കാതെ പോയ ഉപകാരപ്രദമായ ഒരു കുഞ്ഞൻ ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വാട്സപ്പിനകത്ത് ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഇങ്ങനൊരു ഫീച്ചർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഈ ആർക്കൈവ്ഡ്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വീഡിയോയിൽ കാണാം. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടൊരു ഫീച്ചറൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെയൊക്കെ വാട്സപ്പിനകത്ത് ആർക്കൈവ്ഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ തന്നെയുണ്ട്. അതാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആർക്കൈവ്ഡ് എന്ന ഫീച്ചറിനെ കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളും ഉണ്ട്. പേഴ്സണൽ ചാറ്റിലും ഗ്രൂപ്പ് ചാറ്റിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രയോജനം ഗ്രൂപ്പ് ചാറ്റിലാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ആദ്യം പേഴ്സണൽ ചാറ്റിൽ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആരുമൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കാണുന്നത് പോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും എൻ്റെ ചാറ്റ് ലിസ്റ്റ് ഇതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്, ചിലപ്പോൾ ചിലരുടെയൊക്കെ നമ്പർ മാത്രമായിരിക്കും സേവ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അത്തരം കോൺടാക്റ്റുകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ വേണമെന്നവരെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് മുകളിൽ ഒരു ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ മുകളിൽ വന്നതായിട്ട് കാണാം. ആ രണ്ട് പേര് നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അത് ഹൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കാണില്ല. നമ്മൾ ആർക്കൈവ്ഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ അവരുണ്ടാവും. അവരുടെ ചാറ്റും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടില്ല. അതായത് നമുക്ക് ചാറ്റൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആർക്കൈവ്ഡ് ആയി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാറ്റൊക്കെ സുരക്ഷിതമായിരിക്കും. നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് അവർ ഹൈഡായി കിട്ടും. ഏത് സമയത്തും ഇതിനകത്ത് വന്നിട്ട് ചാറ്റും ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇനി ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് മുകളിൽ അതേ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അൺആർക്കൈവ്ഡ് ആയി. അപ്പോൾ വീണ്ടും അവർ നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ വന്നോളൂ. ഇനി ഈ ഒരു ഓപ്ഷൻ ഗ്രൂപ്പുകളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞു തരാം. ഗ്രൂപ്പുകളിലാണ് ഈ ഒരു ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രയോജനമുള്ളത്. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളിലെ അംഗമാണ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാറുമുണ്ട്. പലപ്പോഴും ഇത്തരം ഗ്രൂപ്പുകൾ നമുക്ക് ശല്യമാകാറുണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും, മെസ്സേജ് വരും. നമുക്ക് അനാവശ്യമായ മെസ്സേജ് കൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മെസ്സേജൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പെട്ടെന്ന് എന്തെങ്കിലും മെസ്സേജ് വന്ന് നോക്കുമ്പോൾ അത് ഗ്രൂപ്പിലെ മെസ്സേജ് ആയിരിക്കും. എന്തെങ്കിലും ഹായ് പറഞ്ഞതോ ഹലോ പറഞ്ഞതോ തമ്മിൽ തല്ലുന്നതോ ഒക്കെ ആയിരിക്കും അത്തരം ഗ്രൂപ്പുകളിൽ വരുന്നത്. അപ്പോൾ അത്തരം ഗ്രൂപ്പുകൾ നമുക്ക് ഒഴിവാക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ആ ഗ്രൂപ്പ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ആർക്കൈവിലേക്ക് കൊടുക്കുന്നതോടെ ആ ഗ്രൂപ്പ് ആ ആർക്കൈവിനകത്ത് പോയിട്ട് നിൽക്കും. നമ്മുടെ സ്നേഹബന്ധത്തെയും സൗഹൃദത്തെയും ഒക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിറ്റ് പോകാൻ പറ്റില്ല. എക്സിറ്റ് പോയാലും അവർ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് പോകേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ അംഗം തന്നെയാണ്, പക്ഷേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. ആ ഗ്രൂപ്പിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിയില്ല. പിന്നെ ആരെങ്കിലും നമ്മുടെ മെൻഷൻ ചെയ്തിട്ട് അറ്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാറ്റിലേക്ക് പോയിട്ട് അവർക്ക് മറുപടി എടുക്കാനൊക്കെ പറ്റും. അല്ലാത്ത സമയങ്ങളിൽ ഗ്രൂപ്പിൽ നടക്കുന്നത് ഒന്നും തന്നെ നമ്മൾ അറിയാത്തത് കൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൻ്റെ യാതൊരു തരത്തിലുള്ള ശല്യവും നമുക്കുണ്ടാവില്ല. മറ്റുള്ളവരെ വെറുപ്പിക്കാതെ ആ ഗ്രൂപ്പ് ഒഴിവാക്കേണ്ട നല്ലൊരു ഓപ്ഷനാണിത്. ഇനി ആ ഗ്രൂപ്പ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അൺആർക്കൈവ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അറ്റാക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.